ഞാനെൻ്റെ സ്ക്രീനൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ന് പറയുന്നത് ഫസ്റ്റ് പറയുന്നത് സം പ്രൊഡക്റ്റ് എന്നൊരു ഫോർമുലാസാണ്. എന്താണ് സം പ്രൊഡക്റ്റ്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൂട്ടുക അല്ലേ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗുണിക്കുക. മനസ്സിലായോ? കൂട്ടുക, ഗുണിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ നോക്കൂ, കുറച്ച് ഐറ്റം കൊടുത്തിട്ടുണ്ട്, മേടിച്ച എണ്ണം കൊടുത്തിട്ടുണ്ട്, പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ടയർ 5 എണ്ണം മേടിച്ചു 100 ഉറുപ്പ്യ വെച്ചിട്ട്. ഫിൽറ്റർ 2 എണ്ണം മേടിച്ചു 10 രൂപ വെച്ചിട്ട്. ബൾബ് 3 എണ്ണം മേടിച്ചു 2 രൂപ വെച്ചിട്ട്. നമ്മൾ കടക്കാരന് മൊത്തം എത്ര രൂപ കൊടുക്കണം? മൊത്തം എത്ര രൂപ കൊടുക്കണം? പറഞ്ഞോളൂ കേട്ടോ. എത്ര രൂപ കൊടുക്കണം? ടയർ 5 എണ്ണം 100 രൂപ വെച്ച് മേടിച്ചു. ഫിൽറ്റർ 10 രൂപ വെച്ചിട്ട് 2 എണ്ണം മേടിച്ചു. ബൾബ് 2 രൂപ വെച്ചിട്ട് 3 എണ്ണം മേടിച്ചു. എത്ര രൂപ കൊടുക്കണം? നമ്മൾ സാധാരണ രീതിയിൽ എന്ത് ചെയ്യും? ഈക്വൽ ടു ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് അല്ലേ? ക്ലിയർ ആണല്ലോ? ആദ്യത്തെ ടയർ മേടിച്ചാൽ 500 രൂപ കൊടുക്കണം, ഫിൽറ്റർ മേടിച്ചാൽ 20 രൂപ കൊടുക്കണം, ബൾബ് മേടിച്ചാൽ 6 രൂപ കൊടുക്കണം. അങ്ങനെ ടോട്ടൽ നമ്മൾ എത്ര രൂപ അയാൾക്ക് കൊടുക്കണം? 526 രൂപ അയാൾക്ക് ഇവിടെ കൊടുക്കണം. ക്ലിയർ ആണല്ലോ? എന്നാൽ ഈ ഉത്തരം കിട്ടിയാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിവിടെ സെപ്പറേറ്റ് എടുത്ത് എഴുതി കൂട്ടിയില്ലേ? എന്നാൽ ഇതിൻ്റെ ആവശ്യമില്ല. ഈ കാണുന്ന ഭാഗം ഒഴിവാക്കിയിട്ട് നമുക്കൊരു ഇക്വേഷൻസിനെ വർക്കൗട്ട് ചെയ്യിക്കാം. ഈക്വൽ ടു സം പ്രൊഡക്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. PRODUCT സം പ്രൊഡക്റ്റ് ഈക്വൽ ടു സം പ്രൊഡക്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ആദ്യം നമ്മൾ മേടിച്ചിട്ടുള്ള എണ്ണം കംപ്ലീറ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കും, കോമ, പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ള പ്രൈസ് ഡ്രാഗ് ചെയ്ത് കൊടുക്കും. മനസ്സിലായ? മറ്റേ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? 5 × 100 500, 2 × 10 20, 3 × 2 6 എന്നിട്ട് അതൊക്കെ കൂടി കൂട്ടുക ചെയ്തിരുന്നു അല്ലേ? ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് ഈക്വൽ ടു സം പ്രൊഡക്റ്റ് PRODUCT സം പ്രൊഡക്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം നമ്മൾ മേടിച്ചിട്ടുള്ള കംപ്ലീറ്റ് ക്വാണ്ടിറ്റി, കോമ, പിന്നെ നമ്മൾ കംപ്ലീറ്റ് പ്രൈസ്. ഈ ഭാഗം മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ക്ലിയർ ആയില്ലേ? സം പ്രൊഡക്റ്റ് ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി അതിന്റെ വേറൊരു എക്സാമ്പിൾ നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നോക്കൂ, കുറച്ച് പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട് കമ്പനി. ഇതിപ്പോൾ ഞാൻ വേറെ ഒരു റെഫർ ചെയ്യാൻ വേണ്ടി കോപ്പി ചെയ്തിട്ടുള്ള ഡാറ്റയായ കാരണം റെഡ് വൈന്, വൈറ്റ് വൈന്, ക്യാമ്പയിന്, ബിയർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ നമ്മുടെ കമ്പനിക്ക് അനുസരിച്ചിട്ടുള്ള ഡാറ്റകളെ എടുക്കാനായിട്ട് ശ്രമിക്കാം. അതിൽ അടുത്തത് പറഞ്ഞിട്ടുള്ള എന്താ? കേസസ് ഇൻ സ്റ്റോക്ക്. റെഡ് വൈന് കേസസ് ഇൻ സ്റ്റോക്ക് എന്താണ്? 10 കേസ് നമ്മുടെ കയ്യിലുണ്ട്. റെഡ് വൈന് 10 കേസ് നമ്മുടെ കയ്യിലുണ്ട്. കേസിൻ്റെ പ്രൈസ് 120 ഉറുപ്പ്യാണ്. മനസ്സിലായ? അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും? എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും? 10 × 120 അല്ലേ? ആണല്ലോ. ഒരു കേസിൻ്റെ പ്രൈസാണ് ഇവിടെ 120 കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അവരടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ബോട്ടിൽ ഇൻ കേസ്. ഒരു ബോട്ടിലിൽ 10 ബോട്ടിലുണ്ട് ഒരു കേസിൽ. ക്ലിയർ ആണല്ലോ? 10 ബോട്ടിലുള്ള ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്തു? 120 ഉറുപ്പ്യാണ് ഒരു കേസിൻ്റെ വില.
അങ്ങനത്തെ 10 കേസ് നമ്മുടെ കയ്യിലുണ്ട്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മളിവിടെ ചെയ്യാൻ പോണത് എത്ര രൂപ ഒരു ബോട്ടിലിന് ചിലവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 120 റുപ്യ ഒരു കേസിൻ്റെ പ്രൈസാണ്. 10 എണ്ണമാണ് ഒരു കേസിലുള്ളതെന്നുണ്ടെങ്കിൽ 120 ഹരിക്കണം 10 എന്ന് പറഞ്ഞാലല്ലേ ബോട്ടിലിൻ്റെ കോസ്റ്റ് കിട്ടുക. മനസ്സിലായില്ലേ? ഒരു ബോട്ടിലിൻ്റെ കോസ്റ്റ് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി 25% ലാഭം നമ്മൾ, ഞാൻ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്ന് അവിടെ നിന്നൊക്കെ പോയിട്ട് കുറച്ച് പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതേ മേടിച്ച വിലയ്ക്ക് തന്നെ വിൽക്കുമോ? ഇല്ലല്ലോ. നമ്മളൊരു മാർജിൻ എടുത്തിട്ടല്ലേ വിൽക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എറണാകുളം പോയി കുറച്ച് സാധനം മേടിച്ചു, അല്ലെങ്കിൽ പാലക്കാട് പോയി കുറച്ച് സാധനം മേടിച്ചു, അല്ലെങ്കിൽ കോഴിക്കോട് പോയിട്ട് കുറച്ച് സാധനം മേടിച്ചു. അപ്പോൾ ആ സാധനം മേടിച്ച അതേ വിലയ്ക്ക് ഒരിക്കലും നമ്മളിവിടെ വിൽക്കില്ല. അതിനെന്തെങ്കിലും ഒരു മാർജിൻ ഇട്ടിട്ടാണ് വിൽക്കുക, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ 25% പ്രോഫിറ്റ് വേണം. അതായത് 12 രൂപ വരെ 25% പ്രോഫിറ്റ് വേണം. അതിനായിട്ട് നമ്മൾ ചെയ്തത് നോക്കൂ, ഈക്വൽ ടു 12 രൂപ നമ്മുടെ വില പ്ലസ് 12ൻ്റെ 25%. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഭാഗം മനസ്സിലായില്ലേ? അതായത് 12 രൂപയാണ് നമ്മുടെ ബോട്ടിലിൻ്റെ വില. അതിൻ്റെ കൂടെ ഞാൻ 25% ലാഭം എടുത്തിട്ടാണ് ഒരു ബോട്ടിൽ സെല്ലിംഗ് പ്രൈസ് വിൽക്കാൻ പോണത്. ഈ ഭാഗം മനസ്സിലായില്ലേ? അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്തത് എന്താണ്? ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു 12 രൂപ വില പ്ലസ് എന്ത് ചെയ്യാം, 12 ഇൻറ്റു 25%. ക്ലിയർ ആണല്ലോ? ഇത് നിങ്ങളൊരു ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? നമുക്കിവിടെ ഒരു ബോട്ടിലിൻ്റെ സെല്ലിംഗ് പ്രൈസ് 15 രൂപ കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതുവരെ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? ഇവിടെ നമ്മൾ ചെയ്തത് 120 ഹരിക്കണം 10. ഇവിടെ നമ്മൾ ചെയ്തത് 12 രൂപ പ്ലസ് 12 ഇൻറ്റു 25%. ഓക്കെ. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ എത്രയാണ്? നമ്മൾ ടോട്ടൽ വാല്യൂ ഓഫ് സ്റ്റോക്ക്, അതായത് മൊത്തം എത്ര രൂപ വരെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ. വിൽക്കുമ്പോൾ അതിൻ്റെ സ്റ്റോക്ക് എത്ര, അതായത് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ എത്ര. അപ്പോൾ ഞാൻ മേടിച്ചു കൊടുക്കുന്ന പൈസ എത്ര, നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ എത്ര. ക്ലിയർ ആണല്ലോ? അതിനെ വിറ്റ പൈസയിൽ നിന്ന് മേടിച്ച പൈസ മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് സംഭവിക്കുക? നമുക്കിവിടെ പ്രോഫിറ്റ് കിട്ടുക. ആണല്ലോ? അപ്പോൾ അതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നോക്കിട്ടാ, ആദ്യം നമ്മുടെ വാല്യൂ ഓഫ് സ്റ്റോക്ക് കാണാൻ പോകണം. നോക്കാം. വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈക്വൽ ടു സം പ്രൊഡക്റ്റ്. ആദ്യം കേസസ് ഇൻ സ്റ്റോക്ക്, അതായത് ഇതാണ് നമ്മുടെ കേസസ്. ക്ലിയർ ആണല്ലോ? കേസസ് ഇൻ സ്റ്റോക്ക് കോമ കേസസ് ഇൻ പ്രൈസ്. ഭാഗം മനസ്സിലായ? ഈക്വൽ ടു സം പ്രൊഡക്റ്റ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, കേസസ് ഇൻ സ്റ്റോക്ക് ആദ്യം ഡ്രാഗ് ചെയ്തു, കേസിൻ്റെ പ്രൈസ് നമ്മൾ ഡ്രാഗ് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് 7440 രൂപ വരെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈക്വൽ ടു സം പ്രൊഡക്റ്റ്, PRODUCT, സം പ്രൊഡക്റ്റ്. ആദ്യം കേസസ് ഇൻ സ്റ്റോക്ക് കോമ കേസസ് ഇൻ പ്രൈസ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്ത് 2 കണ്ടല്ലോ? ഇനി അടുത്തത് നമ്മൾ എത്ര രൂപയ്ക്ക് ഇത് വിൽക്കാനുണ്ട് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയാണ്. ഈക്വൽ ടു സം പ്രൊഡക്റ്റ്, PRODUCT, സം പ്രൊഡക്റ്റ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം കേസസ് ഇൻ സ്റ്റോക്ക് കോമ ബോട്ടിൽ ഇൻ കേസ് കോമ ബോട്ടിൽ ഇൻ സെല്ലിംഗ് പ്രൈസ്. 3 ഭാഗം മനസ്സിലായ? ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിക്കുക. ഈക്വൽ ടു സം പ്രൊഡക്റ്റ്, PRODUCT,
സം പ്രൊഡക്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കേസസ് ഇൻ സ്റ്റോക്ക് കോമ ബോട്ടിൽ ഇൻ കേസ് കോമ നമ്മുടെ ബോട്ടിൽ ഇൻ സെല്ലിംഗ് പ്രൈസ്. മനസ്സിലായല്ലോ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇനി നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് കണ്ടുകൂടെ? ഈക്വൽ ടു ഈ സെല്ല് മൈനസ് ഈ സെല്ല്. മനസ്സിലായ? ഇത്രയും പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇത്ര എമൗണ്ട് കിട്ടും. അതായത് 2350 രൂപ നമുക്ക് ലാഭം കിട്ടും. ഈ ഭാഗം മനസ്സിലായ? ഈ ഫയൽ ഞാൻ അയച്ചു തരാം. ഇതാണ് സം പ്രൊഡക്റ്റ് എന്നൊരു ഇക്വേഷൻസ് വരുന്നത്. സം പ്രൊഡക്റ്റ് അതായത് കൂട്ടും ചെയ്യുക, ഗുണിക്കും ചെയ്യുക. മറ്റേ നമുക്ക് ഇവിടുത്തെ ഉത്തരം കാണണമെന്നുണ്ടെങ്കിൽ എത്ര സമയം പിടിക്കും? ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈക്വൽ ടു 10 ഇൻറ്റു അല്ലേ 1200. പിന്നെ അതൊക്കെ റെഡിക്ക് ഡ്രാഗ് ചെയ്തു. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഞാൻ ആൾട്ട് ഈക്വൽ ടു കൊടുത്തു. അപ്പോഴാണ് ഇവിടെ 4740 കിട്ടുന്നത്. പക്ഷെ ഇനി നമ്മൾ 1200 സെല്ല് നമ്മൾ കൂട്ടിയിട്ടില്ല, ഇല്ലല്ലോ. ഭാഗം മനസ്സിലായില്ലേ? ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കിയില്ല. അതായത് ഗുണിക്കണ ഭാഗം നമ്മൾ ഒഴിവാക്കി, ഗുണിക്കും കൂട്ടും കൂടി ചെയ്തു. സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ ഭാഗം മനസ്സിലായ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? സം പ്രൊഡക്റ്റ്, സമ്മും പ്രൊഡക്റ്റുമാണ്. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോവാണ്. ക്ലിയർ ആണല്ലോ? സൗണ്ട് ക്ലിയർ ആണല്ലോ? അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് റാങ്ക് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. റാങ്ക് എന്താണ്? റാങ്ക് എന്താണ്? റാങ്ക് ഇപ്പോൾ നമ്മളൊരു പോയിന്റ് അടിസ്ഥാനത്തിലുള്ളൊരു മത്സരം നടക്കുകയാണെന്ന് വിചാരിക്കുക. ഈ പോയിന്റ് അടിസ്ഥാനത്തിൽ നമ്മളൊരു മത്സരം നടക്കുമ്പോൾ അതിൽ നമുക്ക് എന്താ ചെയ്യുക? ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിട്ടുള്ള ആളാണ് ഫസ്റ്റ് ആവുക, അല്ലേ? ആണല്ലോ? ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിട്ടുള്ള ആളാണ് ഫസ്റ്റ് ആവുക. അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. ഒരു പോയിന്റ് നടക്കുന്ന മത്സരങ്ങളാണെങ്കിൽ പോയിന്റ്. മറിച്ച് ഒരു ഓട്ട മത്സരം നടക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ. ഓട്ട മത്സരം നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഓടിയെത്തിയിട്ടുള്ള സമയം അവിടെ കുറിച്ചിട്ടുണ്ട്. അതിലാരാ ഫസ്റ്റ് ആവുക? ഏറ്റവും കുറവ് സമയം കൊണ്ട് ഓടിയത് ആരാണോ അയാളാണ് ഫസ്റ്റ്, അല്ലേ? ക്ലിയർ ആണല്ലോ? ഇത് രണ്ടും ഡിഫറെൻറ്റ്, രണ്ടും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ടാണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. ഈക്വൽ നമ്മൾ പറയുകയാണ്, ഒരു ഓട്ട മത്സരമാണ് അല്ല ഒരു പോയിന്റ് മത്സരമാണ് നടക്കണമെന്നുണ്ടെങ്കിൽ പോയിന്റുകൾ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളത് ആരാണോ അവരാണ് ഫസ്റ്റ്. മറിച്ച് ഒരു ഓട്ട മത്സരമൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഓടിയെത്തുന്ന ആളാണ് ഫസ്റ്റ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലാരാ ഫസ്റ്റ്? ഈ പോയിന്റിൽ വാല്യൂവിൽ 25 കിട്ടിയ ആളാ, അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ 25ൻ്റെ നേരെ നമുക്ക് ഫസ്റ്റ് എന്ന് പ്രിന്റ് ചെയ്യണം. സെക്കൻഡ് ആരാ? അതിൽ സെക്കൻഡ് ആരാ? 16. അപ്പോൾ 16 കിട്ടിയിട്ടുള്ള ആൾക്ക് സെക്കൻഡിൻ്റെ അവിടെ 2 മാർക്ക് ചെയ്യണം. തേർഡ് ആരാണ്? 8 പോയിന്റ് കിട്ടിയിട്ടുള്ള ആൾ, അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോയിന്റ്. ഇപ്പോൾ ഞാനിവിടെ ഇതിനെ വാല്യൂ പോയിന്റ് എന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ഞാൻ പോയിന്റ് എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പോയിന്റിൻ്റെ വാല്യൂ. ഓക്കെ, പോയിന്റിൻ്റെ വാല്യൂ. ക്ലിയർ ആണല്ലോ?
അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് എന്ത്, ഈക്വൽ ടു റാങ്ക്, RANK എന്ന് ടൈപ്പ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? റാങ്ക് ടൈപ്പ് ചെയ്തിട്ട് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പൊസിഷൻസ് കാണിച്ചു കൊടുക്കുക. ഓക്കെ, കോമ, അതിൻ്റെ റെഫറൻസ് വീണ്ടും ആ കോളം കംപ്ലീറ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കോമ, വലുതാണ് വരേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നോക്കൂ 0 എന്നുള്ള കമാൻഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായില്ലേ? വലുതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ, അതായത് വലുതിൻ്റെ മുകളിലാണ് ഫസ്റ്റ് പ്രിന്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ 0 എന്നുള്ള കമാൻഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ C4ൻ്റെ അവിടെ ഡോളർ കൊടുക്കുക, C8ൻ്റെ അവിടെയും ഡോളർ കൊടുക്കുക. അതായത് സെല്ല് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, 25 പോയിന്റ് കിട്ടിയിട്ടുള്ള ആൾക്ക് ഫസ്റ്റ് ആയത് കണ്ട സംഭവം മനസ്സിലായ? ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ സെയിം ഇക്വേഷൻസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കൂ, ഈ C4ന് പകരം ഞാൻ G4 തൊട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, G8 വരെ കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു 10 നടിച്ചു, ഇവിടെ ഞാനൊരു 15 നടിച്ചു. സംഭവം മനസ്സിലായ? അവിടെ ഒരു 20 നടിച്ചു, ഇവിടെ ഒരു 25 നടിച്ചു. സംഭവം മനസ്സിലായ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഫോർമുലാസുകളെ അപ്ലൈ ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ C4 എന്നുള്ളതും എന്താകണം, G4 ആക്കണം കേട്ടോ. C4 എന്നുള്ളതും G4 ആക്കണം. സംഭവം മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായ? അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് കിട്ടിയിട്ടുള്ള ആൾ കണ്ടോ, അവിടെ ഫസ്റ്റ് എന്ന് പ്രിന്റ് ചെയ്ത് കണ്ടോ, 1ാം സ്ഥാനം. 2ാം സ്ഥാനം ആർക്കാണ്, 25 പോയിന്റ്. ഇപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഞാനൊരു 5 പോയിന്റിനാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് 5ാം സ്ഥാനമായിട്ട് മാറി. ഇവിടെ ഞാൻ ഒരു 50 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായി ഫസ്റ്റായിട്ട് മാറി. മനസ്സിലായ? റാങ്കിൻ്റെ ഉപയോഗം മനസ്സിലായ? റാങ്കിൻ്റെ ഉപയോഗം മനസ്സിലായ? ഇനി ഇതൊരു ഓട്ട മത്സരമാണെന്ന് വിചാരിക്കുക. ഇതൊരു ഓട്ട മത്സരമാണെന്ന് വിചാരിക്കുക. അതായത് ഇയാൾ 1 മിനിറ്റ് കൊണ്ട് ഓടിയെത്തി, ഇയാൾ 1 മിനിറ്റ് കൊണ്ട് ഓടിയെത്തി, ഇയാൾ 5 മിനിറ്റ് കൊണ്ട് ഓടിയെത്തി, ഇയാൾ 2 മിനിറ്റ് കൊണ്ട് ഓടിയെത്തി, ഇയാൾ 0.5 മിനിറ്റ് കൊണ്ട് ഓടിയെത്തി, ഇയാൾ 4.5 മിനിറ്റ് കൊണ്ട് ഓടിയെത്തി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ചെയ്യുക, ഈക്വൽ ടു റാങ്ക്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ സെല്ല്, കോമ, അത് മൊത്തം ഡ്രാഗ് ചെയ്യുക, കോമ, ഇവിടെ എന്ത് ചെയ്യുക, 1 കൊടുക്കുക. ആകെ കൂടി വ്യത്യാസം അത്രേ ഉള്ളൂ. മനസ്സിലായ? ആകെ കൂടിയിട്ടുള്ള വ്യത്യാസം അത്രേ ഉള്ളൂ. അതായത് വലുതിന് 1-2 സ്ഥാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വലുതിന് 1-2 സ്ഥാനങ്ങളാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, 0 എന്നുള്ളത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മറിച്ച് ചെറിയ പോയിന്റുകൾക്കാണ് ഫസ്റ്റ് സെക്കൻഡ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ 1 എന്ന് കൊടുക്കുക. ബാക്കി ഡോളറൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? നോക്കൂ, നേരത്തെ കറക്റ്റ് ഓപ്പോസിറ്റിൽ പോയതാണ്ട ഫയല്. നേരത്തെ 5ാം സ്ഥാനം കിട്ടിയിട്ടുണ്ടായിരുന്ന ആൾക്ക് ഇവിടെ 1ാം സ്ഥാനം അയക്കണ്ട. കുറവ് പോയിന്റ് ഉള്ള ആൾക്കാണ് ഫസ്റ്റ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? അപ്പൊ റാങ്ക് എന്നുള്ള ഇക്വേഷൻസ് മനസ്സിലായില്ലേ? എന്താണ് റാങ്ക് എന്നുള്ളത് മനസ്സിലായില്ലേ? അടുത്തതാണ് ചൂസ്. ഒരു മിനിറ്റ്. ഓക്കെ, അടുത്തതാണ് ചൂസ്.
ഹലോ. അടുത്തതാണ് ചൂസ് എന്നുള്ള ഫങ്ഷൻസ് കേട്ടോ, ശ്രദ്ധിക്കാം. അതിനായിട്ട് നമ്മൾ പറയുകയാണ്, ഇവിടെ ഓരോ വാല്യൂ കിട്ടുന്നതിനനുസരിച്ച് ഓരോ പേര് നമുക്കിവിടെ കൊടുക്കും. മനസ്സിലായല്ലോ? ഓരോ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ പേര് ഇവിടെ നമ്മൾ കൊടുക്കണം. ഓക്കെ. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ 1, 3, 2 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് അവിടെ ഞാൻ ക്ലാസ്സിലാണ്. എന്തോ അവിടെ നാളെ നോക്കാം, നാളെ ക്ലാസ് ഉണ്ടാവില്ല, നാളെ ഇരിക്കാം. നാളെ വൈകുന്നേരം ഇരിക്കാം കേട്ടോ, നേരത്തെ ഇരിക്കാം കുറച്ച്. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ 1 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ, എനിക്ക് 1 കിട്ടിയ ആൾക്ക് അലനും, 2 കിട്ടിയ ആൾക്ക് ബോബെന്നും, 3 കിട്ടിയ ആൾക്ക് കരോളിനൊക്കെ കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ വേറെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ പറഞ്ഞു ഈക്വൽ ടു, ശ്രദ്ധിക്കട്ടെ, ഈക്വൽ ടു, ഇവിടെ നോക്കൂ, ഈക്വൽ ടു ചൂസ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻഡെക്സ് നമ്പർ, കോമ, ഇൻവെർട്ട് കോമയിൽ ഞാൻ ജനുവരി എന്ന് കൊടുത്തു, കോമ, ഇൻവെർട്ട് കോമയിൽ ഞാൻ ഫെബ്രുവരി കൊടുത്തു, ഇൻവെർട്ട് കോമയിൽ ഞാൻ മാർച്ച് കൊടുത്തു, ഏപ്രിൽ, മെയ്, ജൂൺ ഒക്കെ ഇൻവെർട്ട് കോമയിൽ കൊടുക്കണം കേട്ടോ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ക്ലിയർ ആണല്ലോ? എവിടെയാണ് എറർ വന്ന് നോക്കട്ടെ. ഈക്വൽ ടു ചൂസ് സെല്ല്, കോമ, ജനുവരി, കോമ, ഫെബ്രുവരി, കോമ, മാർച്ച്, കോമ, ഏപ്രിൽ, കോമ, മെയ്, ജൂൺ, കോമ, ജൂലൈ, കോമ, ആഗസ്റ്റ്, കോമ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. നോക്കൂ, 8, 7, 4, 3, 1. കണ്ട, ഇവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മൾ കൊടുക്കുന്ന കമാൻഡിനനുസരിച്ച് അവിടെ ആൻസർ പ്രിന്റ് ചെയ്യും. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? 5 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മെയ്, 6 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ജൂണ്, 7 കൊടുത്തപ്പോൾ ജൂലൈ, 8 കൊടുത്തപ്പോൾ ആഗസ്റ്റ്, 9 കൊടുത്തപ്പോൾ സെപ്റ്റംബർ. കണ്ട, ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻസ് ആണ് ഇത്, ഈ ചൂസ് എന്നുള്ള കൺസെപ്റ്റ്. ഇവിടെ ഇപ്പം നമ്മൾ എന്താ കൊടുത്തത്? ഇവിടെ നമ്മൾ കൊടുത്തത് ജനുവരി തൊട്ടിട്ട് ഡിസംബർ വരെ ഇൻവെർട്ട് കോമയിൽ എഴുതി കൊടുത്തു അല്ലേ? അതത്രയും പ്രാവർത്തികമല്ല. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഞാൻ പറഞ്ഞു 1 കിട്ടിയിട്ടുള്ള ആൾക്ക് അലൻ എന്ന് കൊടുക്കണം, 2 കിട്ടിയിട്ടുള്ള ആൾക്ക് ബോബ് എന്ന് കൊടുക്കണം, 3 കിട്ടിയിട്ടുള്ള ആൾക്ക് കരോൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ഇവിടെ നോക്കൂ, ഈക്വൽ ടു ചൂസ്, CHOOSE, ചൂസ്. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പറയാണ്, ഈ സെല്ലിലെ കോമ, ഇൻവെർട്ട് കോമയിൽ ഇപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? ഫസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് കൊടുക്കുക, സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് കൊടുക്കുക, തേർഡ് ആണെങ്കിൽ തേർഡ് കൊടുക്കുക. സംഭവം മനസ്സിലായല്ലോ? അപ്പോൾ 1 കിട്ടിയ ആൾക്ക് എയും, കോമ, 2 കിട്ടിയ ആൾക്ക് ബിയും, കോമ, 3 കിട്ടിയ ആൾക്ക് സിയും. സംഭവം മനസ്സിലായ? അപ്പോൾ ഇവിടെ 1 അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ആൻസർ അവിടെ കേട്ടോ, എ വന്നു,
3ൻ്റെ അവിടെ സി വന്നു, 2ൻ്റെ അവിടെ ബി വന്നു. ക്ലിയർ അല്ലേ? ഈ ഭാഗം മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ അപ്പുറത്ത് നോക്കി നോക്കിയേ, രണ്ടാമത്തെ ഒരു ഇക്വേഷൻസ് സെറ്റ് ചെയ്ത് നോക്കി നോക്കിയേ. ഇതേപോലെ തന്നെ ഈക്വൽ ടു ചൂസ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ് ഈ സെല്ല് കോമ 1 10%, കോമ പിന്നെ 15%, കോമ പിന്നെ 18%. മനസ്സിലായ? ഈ ഭാഗം മനസ്സിലായ? ഈക്വൽ ടു ചൂസ് 1 ആണെന്നുണ്ടെങ്കിൽ 10%, 2 ആണെന്നുണ്ടെങ്കിൽ 15%, 3 ആണെന്നുണ്ടെങ്കിൽ 18%. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആൻസർ അവിടെ പ്രിന്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഭാഗം മനസ്സിലായല്ലോ? ഭാഗം മനസ്സിലായില്ലേ? ചൂസിൻ്റെ ഭാഗം മനസ്സിലായില്ലേ? ഇനി അതിലൊരു കണ്ടീഷൻസ് കൂടി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ ആൾക്ക് മാത്രമാണ് സമ്മാനമുള്ളത്. അല്ലെങ്കിൽ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ ആളിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, അല്ലാത്ത ആൾക്കാരിനൊന്നും തിരഞ്ഞെടുക്കുന്നില്ല. മനസ്സിലായ? അപ്പോൾ അതിനായിട്ടൊരു എക്സാമ്പിൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഓട്ട മത്സരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഞാനിവിടെ 1, 2, 3, 4, 5 ഇത് നമ്മൾ റാങ്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്കിതിൻ്റെ ചൂസ് സെറ്റ് ചെയ്യണം. ഞാൻ അതിനായിട്ട് ഉപയോഗിച്ചത് ഇത്രയാണ്. നോക്കൂ, ഈക്വൽ ടു ഇഫ് ആണെങ്കിൽ ബ്രാക്കറ്റിൽ നമ്മുടെ പൊസിഷൻ കിട്ടിയിട്ടുള്ള സെല്ല് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, 3 3 കുറവോ ആണെങ്കിൽ എന്ത്, അതായത് ഇത്രേ പറഞ്ഞുള്ളൂ, ഈ കാണുന്ന സെല്ല് 3 3 കുറവോ ആണെങ്കിൽ എന്നാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈക്വൽ ടു ഇഫ് ആ സെല്ല് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ കോമ പിന്നെ ചൂസ് CHOOSE ചൂസ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും ആ സെല്ല് തന്നെ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മുടെ പൊസിഷൻ്റെ സെല്ല് തന്നെ ക്ലിക്ക് ചെയ്യുക. അതിൽ ആദ്യത്തേന് നമ്മൾ ഗോൾഡ് കൊടുത്തു, കോമ 2ാമത്തേന് നമ്മൾ ഇൻവെർട്ട് കോമയിൽ സിൽവർ കൊടുത്തു, കോമ 3ാമത്തേന് നമ്മൾ ബ്രോൺസ് കൊടുത്തു. ഇൻവെർട്ട് കോമ ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഈ 1 2 3 അല്ലെങ്കിൽ അവിടെ നമ്മൾ അൺപ്ലേസ്ഡ് എന്നുള്ള ഒരു കമാൻഡ് ക്രിയേറ്റ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഈ ഭാഗം മനസ്സിലായ? ഞാൻ അവിടെ ചെയ്ത് കാണിച്ചു തരാൻ ശ്രദ്ധിക്കട്ട. ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, ഈ സെല്ല് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കുറവാണെങ്കിൽ, ക്ലിയർ ആണല്ലോ, കോമ ചൂസ് CHOOSE വീണ്ടും എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആ സെല്ല് തന്നെ ക്ലിക്ക് ചെയ്യുക, കോമ. ഇപ്പോൾ ഇൻവെർട്ട് കോമയിൽ ഞാനെന്ത് പറഞ്ഞു, ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കട്ടോ. ഫസ്റ്റ് കൊടുത്തു, കോമ ഞാൻ എന്ത് ചെയ്തു, സെക്കൻഡ് കൊടുത്തു, കോമ തേർഡ് കൊടുത്തു. ഇങ്ങനെ കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, കോമ. ഇങ്ങനെയൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നോ പ്രൈസ്, അല്ലെങ്കിൽ പ്രൈസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തു നമ്മൾ. നോ പ്രൈസ്. സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ചൂസിന്റെ ഫങ്ഷൻസ് മനസ്സിലായില്ലേ? അപ്പോൾ 1 2 3 കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഇവിടെ ആൻസർ വന്നു, ബാക്കിയുള്ളവർക്കൊന്നും ആൻസർ വന്നു. അതായത് ബാക്കിയുള്ളവർക്കൊന്നും പ്രൈസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് സം പ്രൊഡക്റ്റ് ആണ്, രണ്ടാമത് നമ്മൾ പറഞ്ഞത് റാങ്ക് ആണ്, മൂന്നാമത് നമ്മൾ ചൂസ് ആണ് ചെയ്തത്. ചൂസ്. ഓക്കെ, അടുത്തതാണ് എറർ. ശ്രദ്ധിക്കുക, നമ്മളത് മുന്നത്തെ ക്ലാസ്സിൻ്റെ പകുതിയെത്തി നിർത്തിയിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക്കായിരുന്നു ഇസ് എറർ. ഇസ് എറർ ശ്രദ്ധിക്കുക. ഇസ് എറർ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ.
നമ്മൾ പറയുകയാണ് എററാണെങ്കിൽ എറർ പ്രിൻ്റ് ചെയ്യണം. എററാണെന്നുണ്ടെങ്കിൽ ഇത് എററാണെന്നുണ്ടെങ്കിൽ എറർ പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 3 എന്ന് കൊടുത്തപ്പോൾ അത് എററല്ല അല്ലേ? ക്ലിയർ ആണല്ലോ? സംഭവം മനസ്സിലായ? ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇത് നമുക്ക് മനസ്സിലായില്ലേ, ഈക്വൽ ടു ഇസ് എറർ എന്ന് പറഞ്ഞിട്ട് ആ സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ എറർ ഉള്ളതൊക്കെ എററാവും, എറർ ഇല്ലാത്തതൊക്കെ ഫോൾസ് ആയിട്ട് മാറും. അത് അവിടെ അത്രയും മനസ്സിലാവില്ല. ഇവിടെ നോക്കൂ നിങ്ങൾ, സ്റ്റാർട്ട് ഡേറ്റ്. ഇവിടെ എന്താ ഉണ്ടായത്? ജനുവരി 1/98 എൻഡ് ഡേറ്റ് 5 ജനുവരി 98. എന്തുണ്ടായ വ്യത്യാസം? ആദ്യത്തേൽ നമ്മൾ മാസം കൊടുത്തു, പിന്നത്തേൽ നമ്മൾ ഡേറ്റ് കൊടുത്തു, പിന്നത്തേൽ കൊല്ലം കൊടുത്തതിന് പകരം എൻഡ് ഡേറ്റിൽ നമ്മൾ എന്താ കൊടുത്തത്? ആദ്യം നമ്മൾ ഡേറ്റ് കൊടുത്തു, പിന്നെ നമ്മൾ മാസം കൊടുത്തു, പിന്നെ നമ്മൾ കൊല്ലം കൊടുത്തു. അപ്പോൾ ഇതൊരിക്കലും നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല, ഇല്ലല്ലോ. ഇത് മൈനസ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം തെറ്റാണ് അല്ലേ? വാല്യൂ ആണ് അല്ലേ? എന്നാൽ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളോട് ഒരു കമാൻഡ് പറയുകയാണ്, ഇത് തെറ്റാണെങ്കിൽ എറർ ഇൻ ഡാറ്റ എൻട്രി എന്ന് പ്രിൻ്റ് ചെയ്യിക്കും. മനസ്സിലായ? എറർ ആണെങ്കിൽ എറർ ഇൻ ഡാറ്റ എൻട്രി എന്ന് പ്രിൻ്റ് ചെയ്യിക്കണം. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് മൈനസ് ചെയ്യണം എന്നാണ് പറയണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻസ് ആണ്, ശ്രദ്ധിക്കുക. ഈക്വൽ ടു ഇഫ് ആണെങ്കിൽ ബ്രാക്കറ്റിൽ ഇസ് എറർ. എന്താണ്? ഇസ് എറർ. ഇസ് എറർ എന്ന് ടൈപ്പ് ചെയ്യുക നമ്മൾ. എന്നിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക? എന്തിനാണോ മൈനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മൈനസ് അത് കൊടുക്കുക. അതായത് എൻഡ് ഡേറ്റ് മൈനസ് സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്തു. അപ്പോൾ അത് എറർ ആണെങ്കിൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കോമ ഞാൻ പറയുകയാണ്, എറർ ഇൻ ഡാറ്റ എൻട്രി എന്ന് പ്രിൻ്റ് ചെയ്യണം. നമ്മൾ ടൈപ്പ് ചെയ്തതിൽ എന്തെങ്കിലും എറർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് കമാൻഡ് വേണമെങ്കിലും കൊടുക്കട്ടോ. ഇപ്പോൾ ഞാനവിടെ എറർ ഇൻ ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കമാൻഡ് കൊടുത്തിട്ടുണ്ട്, കോമ. അല്ലെങ്കിൽ അതായത് എറർ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. മനസ്സിലായല്ലോ? D40 നിന്ന് D39 മൈനസ് ചെയ്യണം. ഈ ഭാഗം മനസ്സിലായ? ഡൗട്ടില്ലല്ലോ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചാൽ ഇവിടെ എറർ വന്നു. മറിച്ച് ഇവിടെ നമ്മൾ പറയുകയാണ് ഈ ജനുവരി ഇതിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ 1 ജനുവരി 98 ആണെന്നുണ്ടെങ്കിലാ 1 ജനുവരി 98 ആണെന്നുണ്ടെങ്കിലാ ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫറൻസ് പ്രിൻ്റ് ചെയ്ത് കണ്ടോ അവിടെ? മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഇങ്ങനെ നമുക്ക് ഡാറ്റകളെ സെറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇസ് എറർ. ക്ലിയർ അല്ലേ? ഈ ഭാഗം മനസ്സിലായല്ലോ? ഇസ് എറർ മനസ്സിലായില്ലേ? ഓക്കെ. അടുത്തതാണ് ടെക്സ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഒരു കമാൻഡ് പ്രിൻ്റ് ചെയ്യണം. ടെക്സ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു കമാൻഡ് പ്രിൻ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ 10 എന്ന് അടിച്ചപ്പോൾ ട്രൂ എന്ന് വന്നിട്ടുണ്ട്, ഹലോ എന്ന് അടിച്ചപ്പോൾ ഫോൾസ് വന്നിട്ടുണ്ട്. നോക്കൂ, പിന്നെ ഇവിടെ ഒന്നും അടിക്കാത്ത കാരണം ട്രൂ വന്നിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 1 ജനുവരി 98 അടിച്ചപ്പോഴും ട്രൂ വന്നിട്ടുണ്ട്. അടിയിൽ നമ്മൾ 100 എന്ന് എൻ്റർ ചെയ്തപ്പോൾ ഫോൾസ് വന്നിട്ടുണ്ട്. ഈ 100 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും എന്താ വരേണ്ടത്? ട്രൂ അല്ലേ വരേണ്ടത്? ടെക്സ്റ്റ് ഇസ് നോൺ ടെക്സ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ് ടെക്സ്റ്റ് അല്ല, ഇസ് നോൺ ടെക്സ്റ്റ്. ഇസ് നോൺ ടെക്സ്റ്റ്. ടെക്സ്റ്റ് അല്ലെങ്കിൽ അത് ട്രൂ ആവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇതൊരു തെറ്റുണ്ട്, ഒരു തെറ്റുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താന്നുള്ളത്? ആ 10 എന്ന് എഴുതിയതും ആ 100 എന്ന് എഴുതിയതും നമ്മളിത് നോക്കി നോക്കിയേ, കണ്ടെത്താൻ പറ്റും? ആർക്കെങ്കിലും കംപ്ലൈൻറ്റ് എന്താന്നുള്ളത്? ഈ 100നെ നമ്മൾ എൻ്റർ ചെയ്തുള്ളത് ഓയ. മനസ്സിലായ? ഈ 100ന് നമ്മൾ
കീബോർഡ് എൻ്റർ ചെയ്തത് എന്താണ്? 2 ഓയ എൻ്റർ ചെയ്തത്. തെറ്റെന്താന്ന് മനസ്സിലായ? അപ്പോൾ ഇതേപോലെ നമുക്ക് ഡാറ്റകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ തെറ്റുകൾ വരുന്ന സമയത്ത് നമ്മൾ ഇതിപ്പോൾ 100 കറക്റ്റായിട്ട് എൻ്റർ ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് ടെക്സ്റ്റ് ആണോ നോൺ ടെക്സ്റ്റ് ആണോ എന്നുള്ളത് സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് ഇസ് നോൺ ടെക്സ്റ്റ് എന്നുള്ള ഒരു കമാൻഡ്. ക്ലിയർ ആണല്ലോ? ഇസ് നോൺ ടെക്സ്റ്റ്. ഈ ഭാഗം മനസ്സിലായില്ലേ? ഉത്തരം ചെയ്യണ്ടോ? ഈക്വൽ ടു ഇസ് നോൺ ടെക്സ്റ്റ് അടിച്ചിട്ട് നമ്മൾ ആ സെല്ല് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിച്ചു. അപ്പോൾ ടെക്സ്റ്റ് അല്ലാത്തതൊക്കെ പ്രിന്റ് ചെയ്യിക്കുക. അതിൻ്റെ ആവശ്യം എവിടെ വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ നോക്കിക്കേ, കണ്ട റേഡിയോ 400 റുപ്യ, മാർക്കപ്പ് 150 റുപ്യ, 600 റുപ്യക്ക് വിറ്റു. TV 800 റുപ്യ, 200% മാർക്കപ്പ് 1600 റുപ്യക്ക് വിറ്റു. വീഡിയോ 300 റുപ്യ, 150% എടുത്തപ്പോൾ വാല്യൂ 60 വന്നു. കാരണം എന്താ? ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുള്ള ആ 0 എൻ്റർ ചെയ്തതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഇക്വേഷൻസ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പറയാണ് ഇസ് നോൺ ടെക്സ്റ്റ്. ഇസ് നോൺ ടെക്സ്റ്റ് ആണെങ്കിൽ എന്ത് എന്ത് നമ്മുടെ ഈ സെല്ല് ക്ലിയർ ആണല്ലോ? കോമ ഇനി എന്ത് ചെയ്യണം? ഈ സെല്ല് ഇൻറ്റു ഈ സെല്ല്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് കമാൻഡ് തെറ്റായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞു റീടൈപ്പ് ദി പ്രൈസ്. മനസ്സിലായ? മനസ്സിലായ? അതായത് ഈക്വൽ ടു ഇസ് നോൺ ടെക്സ്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ഈ സെല്ല് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു കോമ ഈ സെല്ല് ഇൻറ്റു ഈ സെല്ല്. അതായത് ഇസ് നോൺ ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ഗുണിക്കണം. അല്ലെങ്കിൽ അതായത് ഇത് ടെക്സ്റ്റ് അല്ല, ഇസ് നോൺ ടെക്സ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കണ്ട ടെക്സ്റ്റ് ആണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് റീടൈപ്പ് ദി പ്രൈസ് എന്നൊരു ഫയല് പ്രിന്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ടെക്സ്റ്റിന്റെ ഭാഗം മനസ്സിലായില്ലേ? അപ്പോൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടില്ലേ റീടൈപ്പ് ദി പ്രൈസ് എന്ന് പ്രിന്റ് ചെയ്തത് കണ്ട. ഓക്കെ, ഒരു വർക്ക് കൂടി നമ്മൾ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഒരു ഡബിൾ വി ലുക്കപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നോക്കൂ, ഇത് നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ. ഇസ് ടെക്സ്റ്റിന് പകരം ഇസ് നോൺ ടെക്സ്റ്റിന് പകരം ഇസ് ടെക്സ്റ്റ് ആണെങ്കിലും എന്നാണ് പറയണത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളോട് പറയാണ് കോഡ് ഐറ്റം റേറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞു കോഡ് ഐറ്റത്തിൻ്റെ പേരൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പെന്ന്, ബുക്ക്, വാച്ച്, റിങ്, ഗ്ലാസ്. ഓരോന്നിൻ്റെ വാല്യൂ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 75, 45, 85, 95, 65 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വി ലുക്കപ്പ് ചെയ്യുമ്പോൾ എന്താ ചെയ്തിരുന്നത്? കോഡ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ പ്രിന്റ് ചെയ്യുക ചെയ്തിരുന്നത് അല്ലേ? ആണല്ലോ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചില്ലേ വി ലുക്കപ്പിൻ്റെ ഫങ്ഷൻസ്. കോഡ് അടിക്കുമ്പോൾ ഐറ്റം അതേപോലെ തന്നെ റേറ്റ് ഈക്വൽ ടു വി ലുക്കപ്പ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, കോഡിൻ്റെ സെല്ല് കോമ F3 കോമ അതിൽ 2 കോമ ഫോൾസ്.
ഇവിടെ നമ്മൾ ഈക്വൽ ടു വി ലുക്കപ്പ് ഇത് മുന്നേ ചെയ്തതാട്ടോ. വി ലുക്കപ്പ് കോഡ് കോമ F3 കോമ എന്ത് ചെയ്യുക 3 കോമ ഫോൾസ്. ക്ലിയർ ആണല്ലോ. ഇവിടെ നമ്മൾ ഇപ്പോൾ 444 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രിന്റ് ചെയ്തു. അങ്ങനെയാണ് പ്രിന്റ് ചെയ്ത് തരുന്നത് അല്ലേ, വി ലുക്കപ്പ് പ്രിന്റ് ചെയ്ത് തരുന്നത്. എന്നാൽ ഇനി ഞാൻ ചെയ്യാൻ പോണത് എനിക്ക് കോഡോ അല്ലെങ്കിൽ ഐറ്റോ, മനസ്സിലായ, കോഡോ അല്ലെങ്കിൽ ഐറ്റോ രണ്ടിലെ ഏത് പ്രിന്റ് ചെയ്താലും ആൻസർ പ്രിന്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നമ്മളിവിടെ ബുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം വരുമോ? തെറ്റിയില്ലേ? ക്ലിയർ ആണല്ലോ, ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കട്ടാണ്. ഞാൻ പറയാണ് കോഡ് അല്ലെങ്കിൽ ഐറ്റം എന്ത് എൻ്റർ ചെയ്താലും എമൗണ്ട് ഇവിടെ പ്രിന്റ് ചെയ്യും. എമൗണ്ട് ഇവിടെ പ്രിന്റ് ചെയ്യണം. അതായത് 3 4 അടിച്ചു കഴിഞ്ഞാൽ ബുക്ക് എന്ന് പ്രിന്റ് ചെയ്യണം, അല്ല 45 പ്രിന്റ് ചെയ്യണം. ബുക്ക് എന്ന് അടിച്ചാലും 45 പ്രിന്റ് ചെയ്യണം. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇതുകൂടെ പറയുള്ളൂ കേട്ടോ, ശ്രദ്ധിച്ചിരിക്കാം. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായ? ഇത്ര നേരം നമ്മളിവിടെ എന്തെങ്കിലും ഒന്നടിച്ചാലാണ് ആൻസർ പ്രിന്റ് ചെയ്ത് തരുന്നത് അല്ലേ, വി ലുക്കപ്പില്. ഇനി ഇവിടെ ഞാൻ ചെയ്യണത് ഇത്രേ ഉള്ളൂ, എനിക്ക് കോഡ് അടിച്ചാലും പ്രിന്റ് ചെയ്യണം, ആ സെല്ലിൽ തന്നെ ഐറ്റം അടിച്ചാലും പ്രിന്റ് ചെയ്യണം. ഏതടിച്ചാലും ആൻസർ പ്രിന്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻസ് ആണ് ഈക്വൽ ടു ഇഫ് ആണെങ്കിൽ ബ്രാക്കറ്റിൽ ഇസ് ടെക്സ്റ്റ്. ക്ലിയർ ആണല്ലോ? ബ്രാക്കറ്റിൽ നമ്മൾ ആ സെല്ല് കാണിച്ചു കൊടുക്കുക, കോമ വി ലുക്കപ്പ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സെല്ല് തന്നെ ക്ലിക്ക് ചെയ്യുക, കോമ നമ്മുടെ ഈ 2 ഐറ്റം അല്ലേ, ഐറ്റം റേറ്റ് എന്ന് കിടക്കുന്ന ഐറ്റം അല്ലേ, അത് മാത്രം സെലക്ഷൻ ചെയ്യുക, കോമ 2 കോമ ഫോൾസ്. ഇതൊക്കെ നമ്മൾ വി ലുക്കപ്പിൽ ചെയ്തായിരുന്ന സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ, വീണ്ടും വി ലുക്കപ്പ്. ഇത്ര നേരം നമ്മൾ ഒരു വി ലുക്കപ്പാണ് ചെയ്തിരുന്നുള്ളൂ അല്ലേ. ഇവിടെ ഞാൻ വി ലുക്കപ്പ് കൊടുത്തു, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, വീണ്ടും ആ സെല്ല് തന്നെ, കോമ 2 ഡ്രാഗ് ചെയ്തതിന് പകരം 3 ഡ്രാഗ് ചെയ്യുക, കോമ 3 കോമ ഫോൾസ്. ക്ലിയർ ആണല്ലോ? ഇവിടെ നമ്മൾ ഈ കോമ ഒന്നുകൂടി ഞാൻ പറയാം. ഒരു മിനിറ്റ്, ചെറിയൊരു എററുണ്ട്, ഒന്നുകൂടി കാണിക്കാം. ഒന്നുകൂടി ചെയ്യാം. ഇക്വേഷൻ നോക്കാം. ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പറയാണ് ഇസ് ടെക്സ്റ്റ്. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ ആ സെല്ല് കാണിച്ചു കൊടുക്കാം, അവിടെ നിന്ന് ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം, കോമ വി ലുക്കപ്പ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, ലുക്കപ്പ് വാല്യൂ അതായത് ആ സെല്ല് തന്നെ, കോമ എന്ത് ചെയ്യുക, ഈ 2 ഡ്രാഗ് ചെയ്ത് കൊടുക്കുക, കോമ അതിൽ 2 കോമ ഫോൾസ്, FALS ഫോൾസ്. ക്ലിയർ ആണല്ലോ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ വീണ്ടും വി ലുക്കപ്പ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, വീണ്ടും ഈ സെല്ല് തന്നെ ക്ലിക്ക് ചെയ്യുക, കോമ ഇത് 3 കൂടി ഡ്രാഗ് ചെയ്യുക, കോമ അതിൽ 3ാമത്തെ നമ്പർ, കോമ ഫോൾസ്.
FALSE ഫോൾസ്. 3 കഴിഞ്ഞിട്ട് കോമ ഇടണം. ഫോൾസ്. ഇനി എന്ത് ചെയ്യുക? എത്ര ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടോ അത്രയും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഒന്ന് ഇവിടുത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അല്ലേ, അതൊന്ന്. പിന്നെ അടുത്ത ബ്രാക്കറ്റ് ഏതാ? ഈ ടെക്സ്റ്റിൻ്റെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട് അല്ലേ, ആ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യും. മനസ്സിലായല്ലോ? ഇനി നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നോക്കിയേ. 3 3 3 ശരിയല്ലേ? 75 വന്നില്ലേ? ഓക്കെ. ഇനി 3 3 പകരം ഞാൻ ബുക്ക് എന്നാണ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിലോ? ശരിയല്ലേ? മനസ്സിലായോ? ഈ ബുക്കിന് പകരം ഞാനിവിടെ 666 ആണ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ? 666ൻ്റെ റേറ്റ് എന്താ? 95. മറിച്ച് 666ന് പകരം റിങ് കൊടുത്തു നോക്കിയൊക്കെ നിങ്ങൾ, അതും 95 തന്നെ. 3 3 3 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ട 75. 7 7 7 ആണെന്നുണ്ടെങ്കിൽ 65. കണ്ടല്ലോ? ഈ കാണുന്ന ഡാറ്റയിൽ നിന്നാണ് അത് പ്രിന്റ് ചെയ്യണത്. മനസ്സിലായ? ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലായ? അതേ എക്സാമ്പിൾ തന്നെ ഇവിടെ വേറെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എംപ്ലോയി നെയിം അല്ലെങ്കിൽ ID. എംപ്ലോയിയുടെ നെയിം അല്ലെങ്കിൽ ID അടിച്ചു കഴിഞ്ഞാൽ അവരുടെ സാലറി പ്രിന്റ് ചെയ്യണം. നമുക്കൊന്ന് നോക്കാം. ഈക്വൽ ടു അടിയിൽ ചെയ്യാം. ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റിൽ ഇസ് ടെക്സ്റ്റ്. ബ്രാക്കറ്റിൽ എന്ത് ചെയ്യാണ്? ഈ സെല്ല്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെല്ല് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ VLOOKUP എന്ന് ടൈപ്പ് ചെയ്യുക. VLOOKUP ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്ത് ചെയ്യുക? ആ സെല്ല് കാണിച്ചു കൊടുക്കുക. കോമ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ സാലറി അല്ലേ പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഇത് ഒന്നാമത്തെ കോളം, ഇത് രണ്ടാമത്തെ കോളം. നെയിമും സാലറിയുടെ സെല്ല് സെലക്ഷൻ ചെയ്യുക. കോമ 2 കോമ ഫോൾസ്. ക്ലിയർ ആണല്ലോ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ. ഓക്കെ. ഇനി എന്ത് ചെയ്യുക? വീണ്ടും VLOOKUP. അടുത്ത VLOOKUP ആണ്. അതാണ് ഡബിൾ VLOOKUP എന്ന് പറയാൻ കാരണം ഇതുകൊണ്ടാണ്. VLOOKUP ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. വീണ്ടും കോഡിൻ്റെ സെല്ല്, കോമ കോമ. എന്ത് ചെയ്യുക? നമ്മളിത് 3 കൂടി ഡ്രാഗ് ചെയ്യുക. കോമ, അതിൽ 3 കോമ ഫോൾസ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അത് ഈ ബ്രാക്കറ്റ്. ഇനി നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെ മുന്നിലൊരു ബ്രാക്കറ്റ് ഇട്ടുണ്ട്, അതും ക്ലോസ് ചെയ്യുക. മനസ്സിലായോ? ഇനിയിപ്പോൾ ഞാൻ 5 എന്നാണ് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 12,000. ക്ലിയർ ആണല്ലോ? 3 എന്നാണ് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8,000. 2 എന്നാണ് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 12,000. 1 എന്നാണ് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10,000. മനസ്സിലായില്ലേ? 4 എന്നാണ് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 15,000. സംഭവം മനസ്സിലായ? ഇതിന് പകരം ഞാൻ അലൻ എന്നാണ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോഴും ആ ആൻസർ അവിടെ പ്രിന്റ് ചെയ്യും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായ? മനസ്സിലായ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി പറയണം, അടുത്ത ടോപ്പിക്കുകൾ പറയണം. ഇനി ഇപ്പോൾ അടുത്ത ടോപ്പിക്ക് പറയണം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ. നിങ്ങൾ ഇത്രയും വർക്കുകൾ ചെയ്ത് നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒന്ന് സം പ്രൊഡക്റ്റ്, റാങ്ക്, ചൂസ്, ഇസ് എറർ, ഇസ് നോൺ ടെക്സ്റ്റ്, അതുപോലെ തന്നെ ഡബിൾ VLOOKUP. ഇസ് ടെക്സ്റ്റ് എന്നുള്ള പേരിലാണ് നമ്മളതിന് ഡബിൾ VLOOKUP എന്നുള്ളൊരു പേരിട്ടു എന്ന് മാത്രം. ഓക്കെ. ഒരു മിനിറ്റ് ഇട്ടാ. ഇതിലൊരു ഇതേപോലത്തെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്, അതും കൂടി ഞാൻ ഒന്ന് പറയാം. ഒരു 2 മിനിറ്റ് വേണ്ടോ? ഒരു ചെറിയൊരു വർക്കാണ്, അത് വിട്ടു പോകണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അത് ചിലപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത കാരണേ അത് വിട്ടു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ടാണ്.
ചെറിയൊരു വർക്കുള്ളൂ. അത് അന്ന് അവിടെ പറഞ്ഞ് നിർത്തിയതായിരുന്നു നമ്മൾ. ആ ഇഫ് എറർ കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ഒരു വർക്കായിരുന്നു ഇഫ് എറർ. ചെറുതാണ്, ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഞാനിവിടെ ഐറ്റം, എമൗണ്ട്, ക്വാണ്ടിറ്റി, പ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇവിടെ ഞാൻ ചെയ്യണത് ഇത്രയേ ഉള്ളൂ. 500-നെ പ്രൈസ് കണ്ടെത്താനായിട്ട് 500-നെ നമ്മൾ എത്ര ക്വാണ്ടിറ്റി കൊണ്ട് ഹരിച്ചു എന്നുണ്ടെങ്കിൽ അവിടെ ആൻസർ കിട്ടും അല്ലേ? നോക്കിട്ടാ, ഈക്വൽ ടു 500 ഹരിക്കണം ക്വാണ്ടിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കിലോൻ്റെ പ്രൈസ് കിട്ടിയില്ലേ? നമുക്ക് കിട്ടിയില്ലേ? 500 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട്, 12 കിലോ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കിലോൻ്റെ എത്ര വില എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണത് എന്താണ്? ഇത് ഡിവൈഡഡ് ബൈ ഇത് അല്ലേ? ഇതിനെക്കിട്ട് ഡ്രാഗ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? 90 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട്, ക്വാണ്ടിറ്റി ഒന്നും അറിയില്ല. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല, അവിടെ ഒരു എറർ വരും അല്ലേ? ഇവിടെ 300 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട്, ഇവിടെ ക്വാണ്ടിറ്റിക്ക് പകരം ഞാൻ ടെമ്പററിയാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും? ഓട്ടോമാറ്റിക്കായിട്ട് എറർ വരും. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായല്ലോ? ഇനി ഇതിനെങ്ങനെയാണ് നമ്മളൊരു ഇഫ് എറർ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എറർ വന്നു കഴിഞ്ഞാൽ അത് വേണ്ടാന്ന് എങ്ങനെയാണ് കണ്ടെത്തുക എന്നാണ് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻസ് ആണ്. നമ്മൾ ടൈപ്പ് ചെയ്തതിൻ്റെ, അതായത് ഇക്വേഷൻസ് ചെയ്തില്ലേ നമ്മൾ, അതിൻ്റെ മുന്നിൽ ഈക്വൽ ടു ഇഫ് എറർ എന്ന് ടൈപ്പ് ചെയ്യുക. മനസ്സിലായ? ഈക്വൽ ടു കൊടുത്തിട്ട് ഇഫ് എറർ കൊടുക്കുക. ഇത്രയുള്ള വ്യത്യാസം കേട്ടോ. ഇഫ് എറർ, ERROR, ഇഫ് എറർ ബ്രാക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ അതിൻ്റെ ബ്രാക്കറ്റ് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം, കോമ. അല്ലെങ്കിൽ നമ്മൾ പറയാണ് പ്ലീസ് ചെക്ക് എന്നൊരു കമാൻഡ് കൊടുക്കും. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായ? നോക്കൂ, ഈക്വൽ ടു ഇഫ് എറർ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തു, എറർന്ന് ടൈപ്പ് ചെയ്തു. ബ്രാക്കറ്റിൽ നമ്മൾ ചെയ്ത 2 ഇക്വേഷൻസ്, കോമ, ഇൻവേർട്ട് കോമയിൽ നമ്മൾക്ക് വേണ്ട കണ്ടീഷൻസ്. ഇഫ് ERROR ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ക്ലിയർ അല്ലേ? കോമ, ഇൻവേർട്ട് കോമയിൽ ഇപ്പോൾ ഞാൻ പ്ലീസ് ചെക്ക് എന്നിട്ട് കൊടുത്തു, അതായത് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. മനസ്സിലായ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എറർ ഉള്ളിടത്തൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആ മെസ്സേജ് പ്രിന്റ് ചെയ്യും. ക്ലിയർ അല്ലേ? എറർ ഉള്ളിടത്തൊക്കെ ആ മെസ്സേജ് പ്രിന്റ് ചെയ്യും. എറർ ഇല്ലാത്തടത്തൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ പ്രിന്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇത്ര ഇവിടെ നമ്മൾ എന്ത് പറയണല്ലോ? ഇഫ് എറർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? രശ്മ, ഷിബിൻ, അനുശ്രീ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഹലോ? യെസ് സർ, യെസ് സർ. ഓക്കെ ഓക്കെ. രശ്മ ക്ലിയർ ആണല്ലോ അല്ലേ? അനുശ്രീ ഓക്കെ ആണല്ലോ? അനുശ്രീ ചെയ്ത വർക്കുകളൊക്കെ അയച്ചത് എന്തായാലും നല്ല കാര്യം. എന്തായാലും ചെയ്യുന്ന വർക്കുകളുടെ ഒക്കെ ഒരു മോഡൽ എന്തായാലും നിങ്ങൾ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എക്സൽ ഷീറ്റിൽ ഇതിൻ്റേതായിട്ടുള്ള ഒരു എക്സാമ്പിളുകളൊക്കെ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി ഞാൻ കൂടുതൽ എടുക്കുന്നില്ല. ഈ വർക്കുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. കുറേ വർക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. എന്നാൽ ഞാൻ ലീവ് ചെയ്തോട്ടെ, ഞാൻ അയച്ചുതരാം. ക്ലാസ് ഞാൻ അയച്ചുതരാം കേട്ടോ. എക്സലിൻ്റെ ഫയലും ഞാൻ അയച്ചുതരാം കേട്ടോ. ഇപ്പോൾ ചെയ്ത എക്സലിൻ്റെ ഫയലും ഞാൻ അയച്ചുതരാം. ഓക്കെ ജിബിൻ, അനുശ്രീ? ഓക്കെ സാർ. ഓക്കെ, ശരി ശരി.